ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിലെ വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ PSC ചോദിക്കാൻ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ഓപ്ഷൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അതിന് ആൻസർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ആൻസർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായിരിക്കും. ഞാൻ പഠിച്ചുവല്ലോ എന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചോദ്യത്തിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും ധനികനായ നടൻ എന്ന പദവി നേടിയത് ആരാണ്? ഏഷ്യയിലെ ഏറ്റവും ധനികനായ നടൻ എന്ന പദവി നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഷാരൂഖ് ഖാൻ ആണ്. ഷാരൂഖ് ഖാൻ ആണ് ഏഷ്യയിലെ ഏറ്റവും ധനികനായ നടൻ എന്ന പദവി നേടിയത്. അടുത്ത ചോദ്യം, അമേരിക്കയിലെ മേരിലാൻഡില് ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ ഇന്ത്യൻ വംശജ ആരാണ്? അമേരിക്കയിലെ മേരിലാൻഡില് ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അരുണ മില്ലർ ആണ്. അരുണ മില്ലർ ആണ് അമേരിക്കയിലെ മേരിലാൻഡില് ലഫ്റ്റനന്റ് ഗവർണർ ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജ. അടുത്ത ചോദ്യം, 2023 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാലൻ ആരാണ്? 2023 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിട്ട് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് മലയാളി ബാലൻ അർഹനായി. അതാരാണ്? അർഹനായത് ഓപ്ഷൻ ബി ആണ് ആദിത്യ സുരേഷിനാണ്. ആർക്കാണ്? ആദിത്യ സുരേഷിനാണ്. അടുത്ത ചോദ്യം, ഈയിടെ അന്തരിച്ച കാസർഗോഡ് ജില്ലയിലാണ് സുരംഗ കിണറുകൾ ഉള്ളത്. ഈ കാസർഗോഡ് ജില്ലയിലെ സുരംഗ കിണർ നിർമ്മാണ വിദഗ്ധൻ ആരാണ്? ഈയിടെ അന്തരിച്ച കാസർഗോഡ് ജില്ലയിലെ സുരംഗ കിണർ നിർമ്മാണ വിദഗ്ധൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് കുഞ്ഞമ്പു ആണ്. ആരാണ്? കുഞ്ഞമ്പു. അപ്പോ ഈയിടെ അന്തരിച്ച കാസർഗോഡ് ജില്ലയിലെ സുരംഗ കിണർ നിർമ്മാണ വിദഗ്ധനാണ് കുഞ്ഞമ്പു. വാസ്തുകലയിലെ ഇന്ത്യൻ രാജശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വാസ്തുകലയിലെ ഇന്ത്യൻ രാജശില്പി എന്നറിയപ്പെടുന്ന ഈ ഇടയ്ക്ക് അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. വാസ്തുകലയിലെ ഇന്ത്യൻ രാജശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് BV ദോഷിയാണ്. ആരാണ്? BV ദോഷിയാണ്. അടുത്ത ചോദ്യം, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനം അടുത്തിടെ രാജിവെച്ചു. ഇഷ്യൂ ഉണ്ടായതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനം അടുത്തിടെ രാജിവെച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് അടൂർ ഗോപാലകൃഷ്ണനാണ്. ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത എന്ന റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത എന്ന റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ് നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. പേപ്പർലെസ് ആയിട്ടുള്ള, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയും ആരാണ്? നിർമ്മല സീതാരാമനാണ്. 2023 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത, ഫ്രഞ്ച് ആണ്, ഇത് തിരുത്തിക്കൊള്ളണം, ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ഓർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? 2023 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ഓർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ശാസ്ത്രജ്ഞയാണ്. ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ BR ലളിതാംബികയാണ്. ഡോക്ടർ BR ലളിതാംബിക. ISROയുടെ മിഷൻ ഡയറക്ടറൊക്കെ ആയിരുന്നതാണ് ഡോക്ടർ BR ലളിതാംബിക. സംസ്ഥാനത്ത് ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എന്ന ബഹുമതി നേടിയത് ആരാണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എന്ന ബഹുമതി നേടിയത് ആരാണ്? ഓപ്ഷൻ ആരാണ്? എസ് സന്ധ്യയാണ്.
എസ് സന്ധ്യ. അടുത്തത് രാജ്യസഭ നിയന്ത്രിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗം ആരാണ്? രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാണ്? ഓപ്ഷൻ സി ആണ്, PT ഉഷയാണ്. PT ഉഷയാണ് രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗം. ഗൂഗിൾ ഡൂഡിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ ഡൂഡിൽ. ഈ ഗൂഗിൾ ഡൂഡിൽ തയ്യാറാക്കി ആദരിച്ച മലയാള സിനിമയിലെ ആദ്യത്തെ നായിക ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, PK റോസി. വിഗതകുമാരന്റെ നായികയാണ് ആര്? PK റോസി. അപ്പോ ഗൂഗിൾ ഡൂഡിലില് തയ്യാറാക്കി ആദരിച്ച മലയാള സിനിമയിലെ ആദ്യത്തെ നായികയാണ് PK റോസി. ആരാധകർക്കൊപ്പം സെൽഫി എടുക്കുന്നതില് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോളിവുഡ് താരം ആരാണ്? ആരാധകർക്കൊപ്പം സെൽഫി എടുക്കുന്നതില് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോളിവുഡ് താരം ആര്? ഓപ്ഷൻ എ ആണ്, അക്ഷയ് കുമാർ ആണ്. അക്ഷയ് കുമാർ. മുംബൈ ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? മുംബൈ ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ, നിങ്ങൾക്കറിയാലോ മുംബൈ ചർച്ച് ഗേറ്റ്, ഈ സ്റ്റേഷൻ ഇത് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത്? മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. ഓപ്ഷൻ ബി ആണ്, CD ദേശ്മുഖിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത്. അടുത്തത് നാഗാലാൻഡിലെ ആദ്യ വനിതാ MLA. നാഗാലാൻഡിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ MLA ഉണ്ടാകുന്നത്. അതാരാണ് നാഗാലാൻഡിലെ ആദ്യത്തെ വനിതാ MLA? ആരാണ്? ഓപ്ഷൻ എ ആണ്, ഹെക്കാനി ജഗലു ആണ്. ആരാണ്? ഹെക്കാനി ജഗലു ആണ് നാഗാലാൻഡിലെ ആദ്യ വനിതാ MLA, ഹെക്കാനി ജഗലു. അടുത്തത് 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്ന ഇന്ത്യൻ വംശജ ആരാണ്? 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്ന ഇന്ത്യൻ വംശജ ആരാണ്? ഓപ്ഷൻ ബി ആണ്, നിക്കി ഹാലിയാണ്. നിക്കി ഹാലി. പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ആരാണ്? പാകിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ആരാണ്? ഓപ്ഷൻ എ ആണ്, സന രാംചന്ദ് ഗുൽവാനിയാണ്. സന രാംചന്ദ് ഗുൽവാനിയാണ് എന്ത്? പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ. യൂണിസെഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത് ആരെയാണ്? യൂണിസെഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത് ആരെയാണ് തെരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ ആണ്, ആയുഷ്മാൻ ഖുറാനയാണ് തെരഞ്ഞെടുത്തത്. ആയുഷ്മാൻ ഖുറാന. ഇനിയുള്ളത് 3 ചോദ്യങ്ങളാണ്. കഴിഞ്ഞത് നമ്മുടെ ഒരു പദ്ധതികൾ എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അതായത് പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്വിസ് നടത്തിയത്. അപ്പൊ അതിനകത്ത് ലാസ്റ്റ് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. ഇന്ന് ചോദിക്കുന്നത് 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ നിയമസഭാ മെമ്പറായി അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ നിയമസഭാ മെമ്പറായി അറിയപ്പെടുന്നത് ആരാണ്? അടുത്തത്, വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരാണ്? ഇത് 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ അറിയിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്യുക.
ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം. പെട്ടെന്ന് ആൻസർ കമൻ്റ് ആയിട്ട് പിൻ ചെയ്യത്തില്ല, കാരണം ഒത്തിരി ഫ്രണ്ട്സിന് ഇതിൻ്റെ ആൻസർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും SCERT ആൻസർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ SCERT കംപ്ലീറ്റ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ SCERT സമഗ്ര സുന്ദരം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുത്താൽ മതി. വീഡിയോ ക്ലാസ്, PDF നോട്ട്, മോക്ക് ടെസ്റ്റ്, സ്റ്റഡി പ്ലാൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കോഴ്സ് നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പ് വഴി അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.